ആക്രമണ ഭീഷണിയെ തുടർന്ന് ശ്രീലങ്കൻ സമുദ്രാതിർത്തിയിലെത്തി ഇറാന്റെ രണ്ടാമത്തെ യുദ്ധക്കപ്പൽ സുരക്ഷിതം. ഐറിസ് ബുഷൈർ യുദ്ധക്കപ്പൽ ട്രിങ്കോമാലി തുറമുഖ പ്രദേശത്തേക്ക് മാറ്റി. ഐറിസ് ദേന യുദ്ധക്കപ്പൽ തകർത്തതിൽ അന്താരാഷ്ട്ര ചട്ടങ്ങൾ അനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ ദിസനായകെ പ്രതികരിച്ചു. ഭീഷണി നേരിട്ട ഇറാന്റെ രണ്ടാം യുദ്ധക്കപ്പൽ ഐറിസ് ബുഷൈറിനെ ഏറ്റെടുത്തെന്ന് ശ്രീലങ്കൻ സർക്കാർ അറിയിച്ചു. കപ്പൽ ട്രിങ്കോമാലി തുറമുഖത്തേക്കും 208 ജീവനക്കാരെ കൊളംബോയിലേക്കും മാറ്റി. മാനവികതയ്ക്കാണ് പ്രഥമ പരിഗണനയെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം അമേരിക്കൻ അന്തർവാഹിനി തകർത്ത ഐറിസ് ദേനയ്ക്കൊപ്പം ഇന്ത്യയിൽ വിശാഖപട്ടണത്തെ സൈനികാഭ്യാസത്തിൽ പങ്കെടുത്ത കപ്പലാണ് ഐറിസ് ബുഷൈർ. ബുധനാഴ്ചയാണ് ഐറിസ് ബുഷൈർ ശ്രീലങ്കൻ തുറമുഖത്ത് പ്രവേശിക്കാൻ അനുമതി തേടിയത്. അതിനിടെ അമേരിക്ക ആക്രമിച്ച ഐറിസ് ദേന കപ്പലിന് ഗാലയ്ക്ക് സമീപം പ്രവേശനാനുമതിക്കായി 11 മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നതിനെ ശ്രീലങ്കൻ പ്രതിപക്ഷം വിമർശിച്ചു. അമേരിക്കൻ ആക്രമണത്തിൽ ഐറിസ് ദേനയിലെ ജീവനക്കാരിൽ 87 പേർ കൊല്ലപ്പെട്ടിരുന്നു. സംഭവത്തിൽ അമേരിക്കയെയോ ഇറാനെയോ പരാമർശിക്കാതെ രക്ഷാപ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ മാത്രമേ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളൂ. അമേരിക്കൻ ആക്രമണത്തിൽ 30-ലധികം ഇറാൻ കപ്പലുകൾ തകർത്തതായി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.